നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. വർഷങ്ങളോളമായി പുലിഭീതിയിൽ കഴിയുന്ന ഒരു ഗ്രാമം. മണ്ണാർമലയിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ ആവർത്തിച്ചു പറയുമ്പോഴും കാട്ടുപൂച്ചയിലും കുറുനരിയിലുമൊക്കെ ചാർത്തിക്കൊടുത്ത് തടി തപ്പുന്ന വനം വകുപ്പിനും സർക്കാരിനും മുന്നിൽ നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലെ ദൃശ്യങ്ങൾ കുറ്റമറ്റ തെളിവാകുകയാണ്. വകുപ്പുകളുടെ അലംഭാവം ഇനിയും തുടർന്നാൽ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ചൂടുപിടിക്കുകയാണ് മണ്ണാർമലയിൽ. പുലിക്കായി ഡ്രോൺ ഉപയോഗിച്ചടക്കം തെരച്ചിൽ നടത്തുകയാണിപ്പോൾ നാട്ടുകാർ. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. വർഷങ്ങളോളമായി മണ്ണാർമലക്കാർ സർക്കാരിനും വനം വകുപ്പിനും മുന്നിൽ ആവർത്തിക്കുകയാണ് മണ്ണാർമലയിൽ പുലിയുണ്ട് എന്ന്. നേരിട്ടു കണ്ടവർ വനം വകുപ്പിനു മുന്നിൽ ആണയിട്ട് ഒരു കൂട് സ്ഥാപിക്കലിനപ്പുറത്തേക്ക് മറിച്ചൊന്നും ഇതുവരെയും മണ്ണാർമലയിൽ സംഭവിച്ചിട്ടില്ല. മണ്ണാർമലയിൽ കണ്ടത് കാട്ടുപൂച്ചയാണെന്ന് എഴുതിത്തള്ളിയ വനം വകുപ്പിന് മുന്നിലേക്ക് നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലെ ദൃശ്യങ്ങൾ ഉത്തരമാവുകയാണ്. മെയിൻ റോഡിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിൽ വെച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങി. ഇതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയുള്ളൂ. അതായത് പുലി സഞ്ചരിക്കുന്ന പാതകൾ, അതുപോലെ അതിൻ്റെ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരവും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫയും വാർഡ് മെമ്പർ ഹൈദർ തോരപ്പയും സ്ഥലം സന്ദർശിച്ചു. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പോര് മലയോര മേഖലകളിൽ നിന്നും മാറി നഗരപ്രദേശങ്ങളിലേക്ക് കൂടി എത്തിയിരിക്കുകയാണെന്നും സർക്കാരും വനം വകുപ്പും ഉദാസീനരാണെന്നും നജീബ് കാന്തപുരം MLA കുറ്റപ്പെടുത്തി. ഇത്തരം സന്ദർഭങ്ങളിൽ പിന്തുടരുന്ന സിസ്റ്റം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും വനം വകുപ്പ് നിരായുധനാണെന്നും MLA പറഞ്ഞു. ഇത് മാനേജ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. ഇങ്ങനെ മാനേജ് ചെയ്തത് കൊണ്ടാണ് ഇത്രയേറെ ആളുകൾക്ക് ജീവാപായം ഉണ്ടായത്. ഇപ്പോൾ പല സ്ഥലത്തും നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു വലിയ ജാഥ നടന്നു. ആ ജാഥയിൽ ജനങ്ങൾ മുഴുവനും പറഞ്ഞ ഒരു ഗുരുതരമായ പ്രശ്നം, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, സാമൂഹ്യ പ്രശ്നമാണ്. ഇത് ജനങ്ങളെ മുഴുവൻ, ഇത് പാർട്ടി നോക്കിയല്ലല്ലോ പുലി കടിക്കാൻ പോണത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഗൗരവത്തോടെ കാണണം. ഇത് കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു സംവിധാനം ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും പലതരത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചുകളുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പുലിയുടെ സഞ്ചാര പഥങ്ങൾ വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്. അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങൾ, യന്ത്രങ്ങളൊക്കെ വികസിച്ച ഒരു കാലമാണ്. ഇപ്പോൾ നമ്മളിതൊന്നുമില്ലാതെ നമ്മൾ നിരായുധരായിട്ട് ജനങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ കാര്യമാണ്. വർഷങ്ങളോളമായി മണ്ണാർമലക്കാർ അനുഭവിക്കുന്ന ഭീതിയാണിതെന്നും വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടലുകളൊന്നും ഉണ്ടാകുന്നില്ലെന്നും പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ ഇനിയും നടപടിയായില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ആവർത്തിച്ചു. ഭീതിജനകമായ പോക്കിൽ ഇനി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും, പ്രക്ഷോഭം ഉണ്ടാവും. ഇപ്പോൾ കണ്ട പുലിയാണെന്ന് ഡിപ്പാർട്ട്മെന്റും മന്ത്രി അടക്കമുള്ള ആളുകൾ ശ്രദ്ധപ്പെടുത്തിയത് കാരണം ഈ സമയബന്ധിതമായി അതിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിച്ചെങ്കിൽ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നുള്ളത് ദൃശ്യമാധ്യമത്തിൽ കൂടി നമ്മൾ അറിയിക്കുകയാണ്. പുലിയെ കണ്ടെത്താൻ നാട്ടുകാർ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള തിരച്ചിലിനും നേതൃത്വം നൽകിയിരിക്കുകയാണ്. വനം വകുപ്പ് നിഷ്ക്രിയരാകുമ്പോൾ സ്വയം പ്രതിരോധം ഏറ്റെടുക്കുകയാണ് മണ്ണാർമലക്കാർ. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കടന്നുപോകുന്ന പാതയാണ് മണ്ണാർമല മാട് റോഡ്. നാട്ടുകാരുടെ സ്വൈര്യജീവിതം പോലും പുലിയുടെ മുന്നിൽ അടിയറ വെക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.